നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റും ആളുകൾ കൂടും. ആ ആളുകൾ കൂടുന്നതിൽ നല്ലൊരു ശതമാനവും ക്രിമിനൽസ് ആയിരിക്കും. നമ്മൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ നമ്മുടെ കൂടെ ചുറ്റും കൂടുന്ന, നമ്മൾക്ക് സ്നേഹം പകർന്നു നൽകാൻ വേണ്ടി എന്ന രീതിയിൽ നമ്മുടെ ചുറ്റും കൂടുന്നവരിൽ നല്ലൊരു ശതമാനവും നമ്മളെ. സമാനമായിട്ടുള്ള ഒരു കേസ് ഈ ഇടയ്ക്ക് ഒരു വയോധികനെ കൊന്നൊരു കേസ് ഉണ്ടായിരുന്നല്ലോ. ബാങ്ക് മാനേജർ അയാൾ ബാങ്കിൽ പോയിട്ട് അയാളുടെ സമ്പത്ത് കണ്ടിട്ട് ആ മാനേജറും അവിടെയുള്ള ഒരു ആളും സെയിം സിറ്റുവേഷൻ ആയിരുന്നു. അത് ഇങ്ങനെയുള്ള കേസുകൾ വരുന്നതുകൊണ്ടാണ് വയോധികരാണ് കൂടുതലും വയോധികരാണ് ഇത്തരം ചതികളിൽ പെടുന്നത്. അത് ഈ ഒറ്റപ്പെടലൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇവർക്ക് പക്ഷേ മക്കളൊക്കെ ഉണ്ട്. ഈ മക്കളൊക്കെ ഉള്ളപ്പോൾ എന്താണ്, ഒന്നുകിൽ മക്കളെ ഉൾക്കൊള്ളാൻ സാധിക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ എത്രയോ അഗതി മന്ദിരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ ഒരു ആശ്രയം എന്നുള്ള നിലയിൽ ഇവർ കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ളവർ ഇവരെ ഇങ്ങോട്ട് വന്ന് സംരക്ഷിക്കും. അവരുടെ വീട്ടിലെത്തി കാര്യങ്ങൾ അന്വേഷിക്കും, അവരോട് സംസാരിക്കാൻ തയ്യാറാവും, അവർക്ക് കൗൺസിലിംഗ് നൽകും, അവരോട് മണിക്കൂറുകളോളം ചെലവാക്കാൻ ഇത്തരത്തിലുള്ള അംഗീകൃതമായിട്ടുള്ള അഗതി മന്ദിരത്തിലെ ആളുകൾ തയ്യാറാവാറുണ്ട്. നമ്മുടെ ഒരു വലിയ ഒരു പ്രമുഖനായിട്ടുള്ള ഒരു നാടൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം പത്തനാപുരം ഗാന്ധി ഭവനിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അദ്ദേഹം ഗാന്ധി ഭവനിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന് നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് അവിടെ കിട്ടുന്നത്. ഞാൻ അദ്ദേഹത്തെ അവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഗാന്ധി ഭവനില് പിന്നെ ഒരിക്കലും ഈ ഗാന്ധി ഭവനിലെ അമ്മമാരെയും കൊണ്ട് നമ്മുടെ ഇവിടുത്തെ ലുലു മാളിൽ കൊണ്ടുപോകുന്നതിന്റെ കോർഡിനേഷനും അതുപോലെ തന്നെ അതിന്റെ വാർത്ത ചെയ്യുന്നതിന് വേണ്ടി എന്നെ ഒരു ഫ്രീലാൻസ് ആയിട്ട് ഏൽപ്പിച്ചിരുന്നു. അപ്പൊ അന്ന് ഞാനാണ് അപ്പൊ ഞാൻ അദ്ദേഹത്തെ അവിടെ കണ്ടിരുന്നു. അപ്പൊ അദ്ദേഹം അവിടെയാണ് താമസിക്കുന്നത്. അപ്പൊ അങ്ങനെ കണ്ടിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഏകാന്തത വരുവാണെങ്കിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ ബുദ്ധിപൂർവ്വം സ്വീകരിക്കുക. അല്ലാതെ ഈ പറയുന്ന പോലെ മാത്യൂസിനെ ശർമ്മിളയൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മാത്യൂസ് ശർമ്മിളയും കൂടെ അടിച്ച് സെറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മളെ തട്ടാനുള്ള പ്ലാൻ സ്കെച്ച് ഇടും. കുഴി നേരത്തെ എടുത്തിട്ടെന്നേ, കുഴി നേരത്തെ എടുത്തിട്ടാണ് വിളിച്ചോണ്ട് വന്ന് നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് പ്രശ്നം. രണ്ട് വാരിയിൽ അടിച്ച് തകർക്കുക, കഴുത്ത് പിടിച്ച് ഓടിക്കുക, കൈ പിടിച്ച് ഓടിക്കുക, കാൽപാദം അടിച്ച് തകർക്കുക, ആ രീതിയിലാണ് പോയിരിക്കുന്നത്.